ഹലോ നമസ്കാരം. ഇന്നൊരു ട്രെയിൻ യാത്രയിലാണ്. ചെറിയൊരു വൺ ഡേ ട്രിപ്പാണ്. കോയമ്പത്തൂരുള്ള ഇഷ യോഗ സെൻറ്ററിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്നു അവിടെ പോകാൻ വേണ്ടി. അതിൻ്റെ ഒരു യാത്രയാണ്. ഇപ്പോൾ ട്രെയിനിലാണുള്ളത്. ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കണ്ണൂരിൽ നിന്നും പാലക്കാട് വഴിയാണ് ട്രെയിന്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം ഉച്ചഭക്ഷണം ഒരു ഹോട്ടലിൽ കയറി. 100 രൂപയാണ് ഇവിടെ. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇത്രയും കറി ഉണ്ടായിരുന്നു. രസം, സാമ്പാർ, ഒരു വക എല്ലാ കറികളും ഉണ്ടായിരുന്നു. ചോറ് പച്ചരിച്ചോറായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയായിരുന്നു. ഒരു സംഭാരം വാങ്ങി. 20 രൂപയായിരുന്നു സംഭാരം. പിന്നെ ടൗണിലുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇഷയിലേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ സ്ട്രീറ്റ് കാഴ്ചകളാണിത്. ആകെ കുറവുള്ള ബസ്സിൻ്റെ ടിക്കറ്റ് തന്നെയാണ്. 6 രൂപ എപ്പോഴും പോവാം. നമ്മളവിടെ അടക്കുക. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ്. ഇവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നടക്കുകയാണ്. അത്തണ വെയിലത്ത് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കും. Head east on Mariam and Coyle Street toward Dr. Nanjapal Road, then turn left onto Dr. Nanjapal Road. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. വിചാരിച്ചതിലും കൂടുതൽ മനോഹരമായ ഒരു സ്ഥലവും അന്തരീക്ഷവും. എത്ര വലുതാണിത്! ഓ, അടിപൊളി ശിവപ്രതിമ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത് മനോഹരമായ സ്ഥലം. അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ട്. മലയാളികളുമുണ്ട് ഇഷ്ടം പോലെ. ഇവിടെ കണ്ടതിൽ കൂടുതലും മലയാളികളാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഒരു തട്ടുകടയിലെ ബിരിയാണി ആയിരുന്നു. തമിഴ്നാട് ബിരിയാണി.
100 രൂപയാണ് ഈ ബിരിയാണിക്ക്. തൈരൊന്നും വായിൽ വെക്കാൻ കൊള്ളില്ല. ചിക്കൻ പീസ് കുഴപ്പമില്ലായിരുന്നു. ഇതെന്താണ്, സാമ്പാറാണ് ചിക്കൻ കറിയാണ്, എന്തോ ഒരു കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്, 1 ഡേ ട്രിപ്പ്.